ഹായ് എവരി വൺ. സോ വൺസ് അഗെയിൻ ഓൾ ഓഫ് യു വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്, പെർഫോമൻസ് മെഷർമെൻറ്റ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, അതുപോലെ തന്നെ എന്താണ് കോസ്റ്റിംഗ് മെത്തേഡ്സ്, ക്ലാസിഫിക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്യുവർലി ഒരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇതും. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് പോകാം. സോ ഫസ്റ്റ് വി ഗോസ് ടു പെർഫോമൻസ് മെഷർമെൻറ്റ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദി എഫിഷ്യൻസി ഓഫ് എ ബിസിനസ്. ഇറ്റ് ഈസ് ദി ബേസിസ് ഓഫ് എ മാനേജ്മെൻറ്റ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇതാണ് പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആ പെർഫോമൻസ് മെഷർ ചെയ്യുക, ആ പേരിൽ ഉണ്ട്. ഓക്കെ, ഇതിൽ പറയുന്ന കുറേ പോയിൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. ഈ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറ്റ് റെഫേഴ്സ് ടു എനി ആക്ടിവിറ്റി ഫോർ വിച്ച് എ സെപ്പറേറ്റ് മെഷർമെൻറ്റ് ഈസ് ഡിസൈഡ്. ഇപ്പോൾ കോസ്റ്റ് ഒബ്ജക്റ്റ് ഇപ്പോൾ ഒന്നുകിൽ അത് എന്താണ്, ഒരു പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, കസ്റ്റമർ ആവാം, ആക്ടിവിറ്റി ആവാം, ഡിപ്പാർട്ട്മെൻ്റ് ആവാം, ഒരു പ്രോഗ്രാംസ് എക്സെട്ര. ഇതൊക്കെ കോസ്റ്റ് ഒബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഒരു 4 ടൈപ്പ് അല്ലെങ്കിൽ 4 ബ്രാൻഡ് മൊബൈൽ ഫോൺ ഉണ്ടാക്കുകയാണിരിക്കും. 1, 2, 3, 4. ഇതിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഈ രണ്ടാമത്തെ ബ്രാൻഡിൻ്റെ കോസ്റ്റ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഇവിടെ പറയുന്നത്, വിച്ച് എ സെപ്പറേറ്റ് മെഷർമെൻറ്റ് ഈസ് ഡിസൈഡ് ടു എനി ആക്ടിവിറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് കോസ്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, കസ്റ്റമർ ആവാം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റ് യൂണിറ്റ് എന്താണ്? കോസ്റ്റ് യൂണിറ്റ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ്. ഇപ്പോൾ ദൂരം നമ്മൾ മീറ്ററിലോ കിലോമീറ്ററിലൊക്കെ പറയാൻ പറ്റും അല്ലേ? സമയം നമ്മൾ മണിക്കൂറിലോ മിനിറ്റിലൊക്കെയാണ്, സെക്കൻഡിലൊക്കെ പറയാം. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് ഏത് രീതിയിൽ അളക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു, അതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സിമെൻറ്റ് പെർ ടണ്ണിൽ, ഷുഗർ ആണെങ്കിൽ എന്താണ്, അത് പെർ ടണ്ണിൽ, ടെലിവിഷൻ ആണെങ്കിൽ എന്താണ്, പെർ സെറ്റ്, ഈ രീതിയിൽ. സോ ദാറ്റ് ഈസ് കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ, ഇപ്പോൾ ഇൻഡസ്ട്രി അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതാനും ചില എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി സെൻറ്റർ ഓർ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. ഇതെന്താണെന്നാണ്? ഇത് യഥാർത്ഥത്തിൽ ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ഈസ് അക്കൗണ്ടഡ് ഫോർ എ സ്പെസിഫിക് ടാസ്ക് ഓർ ആക്ടിവിറ്റി. ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അത് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു യൂണിറ്റ്, അതാണ്. പ്രധാനമായിട്ടും കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 മേജർ ടൈപ്പ് ആക്ടിവിറ്റി സെൻറ്റേഴ്സുകൾ ഉണ്ട്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന് വേണ്ടി, ഭരണപരമായിട്ടുള്ള നിയന്ത്രണത്തിന് വേണ്ടി മൊത്തം ഓർഗനൈസേഷനെ നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളോ ബ്രാഞ്ചുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ബ്രാഞ്ചിനെയും ആണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മേ ബി ഒരു ലൊക്കേഷൻ ആവാം. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിവിഷൻ, സെക്ഷൻ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മേ ബി ആൻ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ്, ഇപ്പോൾ മെഷീൻ അല്ലേ, അല്ലെങ്കിൽ മേ ബി എ പേഴ്സൺ, ഫോർ എക്സാമ്പിൾ സെയിൽസ്മാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പാടൊരു ഗ്രൂപ്പ് ഓഫ് ദീസ്. അപ്പോൾ ഇതൊക്കെ ആവാം കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ, സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി സ്മാളസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിലേക്ക് നമുക്ക് ഇനി വീണ്ടും വരാം. ദെൻ അതുപോലെ തന്നെ പ്രോഫിറ്റ് സെൻറ്റർ ഉണ്ട്. ഈ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റവന്യൂ എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസമാണ് സാധാരണഗതിയിൽ നമ്മൾ പ്രോഫിറ്റായിട്ട് പറയുന്നത് അല്ലേ? അപ്പോൾ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അളക്കുന്നതിനുള്ള ആ സ്ഥാപനത്തിലെ ഒരു പ്രത്യേക സെഗ്മെൻറ്റാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് ഒക്കെ ഇതിൽ തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അവിടെ മീനിങ് നമ്മൾ എഴുതാതെ പോയത്. എന്താണ് ഇത്? ഈ ആദ്യത്തെ നമ്മൾ പറയുന്നത് കോസ്റ്റ് സെൻറ്ററാണ്, ഇത് പ്രോഫിറ്റ് സെൻറ്ററാണ്. ഓക്കെ, കോസ്റ്റ് സെൻറ്റർ ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ for which the costs are ascertained
എന്നാൽ ഇതോ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിച്ച് അസർട്ടൈൻ ദി പ്രോഫിറ്റ്. ഓക്കെ, കോസ്റ്റ് സെൻറ്റർ ആർ ലാർജ് ഇൻ നമ്പേഴ്സ്. ഇവിടെ ലെസ് ഇൻ നമ്പേഴ്സാണ് പ്രോഫിറ്റ് സെൻറ്റേഴ്സ്. ഓക്കെ, കവേഴ്സ് ഓൺലി ദി കോസ്റ്റ്. കോസ്റ്റ് സെൻറ്ററിൻ്റെ പ്രത്യേകതയാണ്. ഈ പ്രോഫിറ്റ് സെൻറ്ററിൽ എന്തുണ്ടാവും? കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും കവർ ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? കോസ്റ്റ് കുറയ്ക്കണം അല്ലേ? സോ അതുകൊണ്ടാണ് പ്രോഫിറ്റ് സെൻറ്ററിൽ ഏതും കൂടി കവർ ചെയ്യുന്നത്? കോസ്റ്റ് സെൻറ്ററിൻ്റെ ഭാഗം കൂടി കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടി ഡെപ്ത് വരിക. ഓക്കെ, ഡു നോട്ട് ഹാവ് ടാർഗറ്റ് കോസ്റ്റ്. പക്ഷേ നമുക്കെപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു ടാർഗറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് നോട്ട് ഓട്ടോണമസ് ആണ്, ഇത് ഓട്ടോണമസ് ആണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ നമുക്ക് ഇതിനെ ഒരു 6 ആയിട്ടൊക്കെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ മെഷീൻ ഷോപ്പ് അതുപോലെ വെൽഡിംഗ് ഷോപ്പ് എന്നൊക്കെ പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്ററിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻറ്റർ ഇൻ വിച്ച് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് എന്ന് പറയാം. പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും അതൊക്കെ നടക്കുന്ന സെൻറ്റർ. സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പവർ ഹൗസ്, സ്റ്റോർ റൂം, റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്നത് സർവീസ് കോസ്റ്റ് സെൻറ്ററിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് എൻഗേജ് ചെയ്യുന്ന എന്താണ്? സെൻറ്റർ വിച്ച് ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് സർവീസാണ് ടു ദി കോസ്റ്റ് സെൻറ്റേഴ്സ്. കോസ്റ്റ് സെൻറ്റേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്ററുകളാണ് സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് കോസ്റ്റ് സെൻറ്ററാണ്. ഈ പ്രോസസ് കോസ്റ്റ് സെൻറ്ററിൽ ഈ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്രക്രിയ എന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേഷൻസ് അത് നടക്കുന്ന സെൻറ്ററാണ്. ഇറ്റ് ഈസ് എ സെൻറ്റർ ഇൻ വിച്ച് എ സ്പെസിഫിക് പ്രോസസ് ഓർ എ കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഈസ് ക്യാരിഡ് ഔട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ. ഇപ്പോൾ വെൽഡിങ്, കട്ടിങ് എക്സെട്ര ഇതൊക്കെ ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്ററിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് എ സെൻറ്റർ ഇൻ വിച്ച് എ പർട്ടിക്കുലർ ഓപ്പറേഷൻ ഓർ എ വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള വിഭാഗം, അതാണ് ഓപ്പറേഷൻസ് കോസ്റ്റ് സെൻറ്ററിൻ്റെ പ്രത്യേകത. ദെൻ പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ് മാനേജർ, സെയിൽസ്മാൻ, ഫോർമാൻ, സൂപ്പർവൈസർ ഇതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ സെൻറ്റർ വിച്ച് കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ദെൻ ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരു പേഴ്സൺ എന്നുള്ളതല്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വരിക. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്ററാണ്. ഇപ്പോൾ വെൽഡിംഗ് മെഷീൻ സെൻറ്റർ എക്സെട്ര ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ സോ ഇറ്റ് ഈസ് എ സെൻറ്റർ വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ലൊക്കേഷൻ ഓർ ആൻ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് എക്യുപ്മെൻറ്റ് എക്സെട്ര ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്ററിനെ പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കോസ്റ്റ് സെൻറ്ററിനെ നമുക്ക് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആൾസോ ഇൻ വിച്ച് എന്താണ് നടക്കുന്നത്? എ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റവന്യൂ, കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനൊക്കെ മാനേജർ റെസ്പോൺസിബിൾ ആവും. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റിംഗ് സിസ്റ്റം. ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്, കോസ്റ്റിംഗ് ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്ന് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചാർജ് ബോത്ത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ടു ദി പ്രൊഡക്റ്റ്. രണ്ടും നമ്മളെന്താണ് പരിഗണിക്കും. അതുകൊണ്ട് ഇതിനെ ഫുൾ കോസ്റ്റ് എന്നും പറയാറുണ്ട് അബ്സോർപ്ഷൻ കോസ്റ്റിന്. ഓക്കെ, അത് നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, ഇത് രണ്ടും കൂടി കൂടിയാണ് യഥാർത്ഥത്തിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വേരിയബിൾ കോസ്റ്റ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ അതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാർജിനൽ കോസ്റ്റിങ്ങിനെ വേരിയബിൾ കോസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഫിക്സഡ് കോസ്റ്റിന് വലിയ റോളൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും സംഭവിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റൂം വാടകയ്ക്ക് എടുക്കുകയാണ്. അവിടെ നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തിയാലും ഇല്ലെങ്കിലും ആ റൂമിന് നിങ്ങൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും. സോ റെൻറ്റ് ഈസ് എ ഫിക്സഡ് കോസ്റ്റ്, അതെന്തായാലും സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല.
അപ്പോൾ കോസ്റ്റ് കൺട്രോളൊക്കെ എവിടെയാണ് കൂടുതൽ നടക്കുക? വേരിയബിൾ കോസ്റ്റിൻ്റെ അടുത്താണ് നടക്കുക. സോ അതുകൊണ്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ ഈ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും ഇതാണ് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസിക്കൽ ടു കോൺട്രിബ്യൂഷൻ, അതാണ് മാർജിനൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങളെന്താണ് ഒരു സെല്ലിംഗ് പ്രൈസ് 100 ഇട്ട്, അതിന് വേരിയബിൾ കോസ്റ്റ് ഒരു 60 രൂപ, അപ്പോൾ ബാക്കിയുള്ള എത്രയാണ്? 40. ഇത് യഥാർത്ഥത്തിൽ ഫിക്സഡ് കോസ്റ്റാണ്. ഫിക്സഡ് കോസ്റ്റ് മാത്രമല്ല, ഈ 40 എന്ന് പറയുന്നതിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കൂടി ഉണ്ടാകും. കാരണം നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു പ്രോഫിറ്റ് മാർജിൻ കൂടി ഇട്ടിട്ട് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് ചൂസിങ് ബെസ്റ്റ് മെത്തേഡ് ഫ്രം ആൾട്ടർനേറ്റീവ്. അപ്പോൾ പല മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ 2 ആൾട്ടർനേറ്റീവ് കേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ദെൻ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ യൂസ് സെയിം പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് ഫോർ കോസ്റ്റ് കൺട്രോൾ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. നേർക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണെന്ന് നേർക്ക് പാസ്റ്റ് ഡാറ്റേനെ ബേസ് ചെയ്തിട്ടുള്ള കോസ്റ്റിംഗ് ആണ് അല്ലേ. കാൽക്കുലേറ്റ് കോസ്റ്റ് ആഫ്റ്റർ ഇൻകം ഇടുന്ന. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു മെഷീനറി വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വാങ്ങാൻ പോകുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യില്ല അല്ലേ. വാങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ആ സിസ്റ്റമാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ആദ്യമേ കോസ്റ്റ് അത് തീരുമാനിക്കുകയാണ്. ഓക്കെ, അതാണ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്, മുൻകൂട്ടി കോസ്റ്റ് തീരുമാനിക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വളരെ വലിയ റോളാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഉള്ളത്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് നിന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വേരിയൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആയിരുന്നു. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് 80 ഇരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലാഭമല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചത് 100ഉം സംഭവിച്ചത് 80. ഓക്കെ, അപ്പോൾ അവിടെ എത്രയാണ് വ്യത്യാസം? 20. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 20 എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് വന്നത് അല്ലേ, ഫേവറബിളാണ്, നമുക്ക് ഫേവറബിളായിട്ടാണ് വന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ 80 പകരം ഇവിടെ ഇങ്ങനെ വരാമല്ലോ, 120 മൈനസ് 100. നമ്മൾ പ്രതീക്ഷിച്ചത് 100, ആക്ച്വലി സംഭവിച്ചത് 120. അപ്പോഴും എത്ര വ്യത്യാസം? 20 വ്യത്യാസം. പക്ഷെ നെഗറ്റീവാണ് അല്ലേ. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വേരിയൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഫേവറബിൾ ആവാം, അല്ലെങ്കിൽ അഡ്വേഴ്സ് ആവാം, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആവാം. ആക്ച്വൽ കോസ്റ്റ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇത് പോസിറ്റീവാണ്, ആക്ച്വൽ കോസ്റ്റ് ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് നെഗറ്റീവാണ്. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇപ്പോൾ ജോബ് കോസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഈച്ച് ജോബ് ഈസ് ടു ബി സെപ്പറേറ്റ്ലി കോസ്റ്റഡ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിപ്പയർ ഷോപ്പ്, എൻജിനീയറിംഗ് വർക്ക്, പ്രിൻറ്റിങ് വർക്ക്, ഇതൊക്കെ ഈ ഒരു ഇത്തരം മേഖലകളിലൊക്കെയാണ് സാധാരണയായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരേപോലെയുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു കൂട്ടമാണ് ഇപ്പോൾ ഒരു ബാച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഒരു കൂട്ടം ചെറിയ ഓർഡറുകളോ അല്ലെങ്കിൽ ഒരുമിച്ച് നിർമ്മിക്കുന്ന ഒരു ഗ്രൂപ്പൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ വേർ പ്രൊഡക്ഷൻ ഈസ് മെയ്ഡ് ഓൺ കണ്ടിന്യൂസ് ബേസിസ്, അവിടെയാണ് ബാച്ച് കോസ്റ്റിംഗ് സാധാരണ ഉണ്ടാവാറ്. ദെൻ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു വലിയ ജോബാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും. സോ ഓരോ കോൺട്രാക്റ്റിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ബിൽഡിങ്, ബ്രിഡ്ജസ്, റോഡ്, ഡാം, ഷിപ്പ് ബിൽഡിങ്, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ
ഈ മേഖലകളിലൊക്കെ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്, ഈ ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് ഒരു ഫാക്ടറിയെ പല പല ഡിപ്പാർട്ട്മെൻറ്റാക്കി നമ്മൾ മാറ്റുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റിംഗ് ആണ് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് എന്നുള്ളത്. ദെൻ പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയണമെങ്കിൽ ഈ പ്രോസസ് കോസ്റ്റിംഗ് നമുക്ക് ഒരു യൂണിറ്റായിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇപ്പോൾ ഉൽപ്പാദനമൊക്കെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ പല പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാവാം ഒരു പ്രൊഡക്റ്റ് ഒരു ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ് ഉൽപ്പാദനം വലിയ തോതിൽ തുടർച്ചയായിട്ട് നൽകുന്ന നടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ഇൻഡസ്ട്രി ലൈക്ക് കെമിക്കൽ, ഷുഗർ, റബ്ബർ ഇത്തരത്തിൽ എക്സെട്ര. ഓക്കെ. ദെൻ യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് ആൾസോ നോൺ ആസ് സിംഗിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോസ്റ്റ്. ഓക്കെ. ഒരേ പ്രോഡക്റ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി, ഇപ്പോൾ ഉദാഹരണത്തിന് ബെൻസ് കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അവരത് മാത്രം ഉണ്ടാക്കണിരിക്കുക. ഓക്കെ. അപ്പോൾ അവരൊക്കെ അപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സർവീസ് കോസ്റ്റിംഗ്. സർവീസ് റെൻഡർ ചെയ്യുന്ന എൻ്റർപ്രൈസുകളാണ് ഇത് പ്രധാനമായിട്ട്. ഇപ്പോൾ റെയിൽവേ, എയർവേസ്, ഹോസ്പിറ്റൽ, ഇലക്ട്രിസിറ്റി, ഹോട്ടൽ, ട്രാൻസ്പോർട്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ മേഖലയായിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ ദീസ് ആർ ദി മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്.